ആരൊക്കെയാണ് നോമ്പെടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് നോമ്പെടുക്കാൻ പാടില്ലാത്തത്? എല്ലാ ആൾക്കാരും മെഡിക്കലി നോമ്പെടുക്കാൻ ഫിറ്റാണോ? നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടണം. നോമ്പെടുക്കണമെങ്കിലും ആ ഒരു ഫിറ്റ്നസ് ആവശ്യമാണ്. പലർക്കും ഒരു അപകടകരമായ വിശ്വാസമുണ്ട്. നിർബന്ധിച്ചിട്ടുള്ള നോമ്പെടുക്കലാണ് വളരെ ശക്തമായിട്ടുള്ള വിശ്വാസം. അത് മെഡിക്കലി അത് വളരെ തെറ്റായൊരു ധാരണയാണ്. മതപരമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു വിശ്വാസമാണ്. ആരൊക്കെയാണ് നോമ്പെടുക്കാൻ വളരെ റിസ്കി ആയിട്ടുള്ള ആൾക്കാർ? ഒരിക്കലും നിയന്ത്രിക്കപ്പെടാത്ത പ്രമേഹ രോഗമുള്ളവർ, കിഡ്നി രോഗം വളരെ മൂർജിച്ച് കിടക്കുന്ന ഒരു സാഹചര്യത്തിലുള്ളവർ, ഹൃദയത്തിൻ്റെ ഫെയിലിയർ അല്ലെങ്കിൽ ഹൃദയം പരാജയപ്പെട്ട് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർ, ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാൻസർ പേഷ്യൻസ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, അതും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉള്ളവർ. ഇത്തരം ആൾക്കാർ നോമ്പെടുത്താൽ എന്താണ് സംഭവിക്കുക? അവർക്ക് ശക്തമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാവും. രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവും. ചില അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കും. ഒരുപാട് മെഡിക്കൽ എമർജൻസീസിന് ഇത് കാരണമാവും. ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നോമ്പ് മുറിക്കുന്നത് അതൊരു പരാജയമല്ല, അത് ദൈവത്തോടുള്ളൊരു അനുസരണയാണ്.